അപ്പോൾ 30,000-ൽ കൂടുതൽ ഒഴിവുകളുമായിട്ടായിരുന്നു നമ്മുടെ RRBന്റെ നോട്ടിഫിക്കേഷൻ മുൻപ് വന്നിട്ടുണ്ടായിരുന്നത്. ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ അപേക്ഷ കൊടുക്കേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിലവിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ട് എക്സാമിനേഷൻ ഡേറ്റ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെയിൽവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡി പോസ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് ഈ ഗ്രൂപ്പ് ഡിക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. PDF ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു PDF പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വാട്സപ്പ് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അവിടെ മെസ്സേജ് അയച്ചാൽ നമ്മുടെ ടീം മെമ്പർ തന്നെ നിങ്ങൾക്കത് അയച്ചു തരുന്നതായിരിക്കും. 51 റുപ്പീസാണ് ഈ ഒരു PDF മെറ്റീരിയലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം അതിലുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളും എല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ അതൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം. ഇത് ചെക്ക് ചെയ്യാനായിട്ട് നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കും കൂടി RRBൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ലോഗിൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ലോഗിൻ വിത്ത് ആധാർ അതുപോലെ തന്നെ ലോഗിൻ വിത്ത് RRB അക്കൗണ്ട് ക്രെഡിറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പാസ്വേഡ് ഇത് ഉപയോഗിച്ചിട്ട് കയറാനുള്ളതാണ് ഇവിടെ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പാസ്വേഡ് ഒക്കെ കൊടുത്തിട്ട് കയറുന്ന ഒരു മെത്തേഡാണ് ഇവിടെ ഞാൻ ചൂസ് ചെയ്യുന്നത്. സോ ഡീറ്റെയിൽസ് ഞാൻ മുകളിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ലോഗിൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ലോഗിനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു OTP വരും. ആ ഒരു OTP എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. OTP നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വരുന്നതായിരിക്കും. അതിന് മുൻപായിട്ട് നമ്മൾ ചെയ്യേണ്ടത് OTP എന്ത് ചെയ്യണം, സെൻഡ് OTP ടു ഇമെയിലോ അല്ലെങ്കിൽ സെൻഡ് OTP ടു ഫോണോ ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. സോ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞു. OTP എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആദ്യം ജനറൽ ഇൻസ്ട്രക്ഷനിലാണ് വരിക, പിന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും, പിന്നെ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി ഉണ്ട്, പിന്നെ മോഡിഫിക്കേഷൻ, രജിസ്ട്രേഷൻ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് വരുന്നത്. എന്തായാലും ആപ്ലിക്കേഷൻ ഹിസ്റ്ററിയിലാണ് നമ്മൾ ക്ലിക്ക് ആപ്ലിക്കേഷൻ ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് ഇവിടെ തുടക്കത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ പോസ്റ്റ്. ഇവിടെ തന്നെ ആദ്യം തന്നെ ആക്സെപ്റ്റഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നത്. ഒരുപാട് പേരുടെ റിജക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സംഭവം. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ ഇവിടെ അക്സെപ്റ്റഡ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും എക്സാം എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ലെവൽ 1 പോസ്റ്റ് ഇത് നമ്മുടെ ഗ്രൂപ്പ് ഡി ആണ്. ഗ്രൂപ്പ് ഡി പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തത്. GD അല്ല, ഗ്രൂപ്പ് ഡി ആണ്. അപ്പോൾ ഗ്രൂപ്പ് ഡി പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. RRB ഗ്രൂപ്പ് ഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ആക്സെപ്റ്റഡ് എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരീക്ഷ എഴുതാനുള്ള അഡ്മിറ്റ് കാർഡൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അത് മുന്നോട്ടേക്ക് വരും. അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF-ലും കൂടി കിടക്കാം. സോ ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് ഡിൻ്റെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇതിൽ കണ്ടൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ സിലബസിൽ എന്താണ് ഉള്ളത് അത് തന്നെയാണ് കണ്ടൻറ്റായിട്ട് വന്നിട്ടുള്ളത്. അത് തന്നെ മാത്സ് കൊടുത്തിട്ടുണ്ട്. മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ടാവും, പിന്നെ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ള ഒരു സ്മോളർ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടും ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടീം. അപ്പോൾ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിൽ എല്ലാ സിലബസിൽ നിന്നുള്ള എല്ലാ വിധത്തിലുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഇത് കൂടി ലഭിക്കുന്നതായിരിക്കും, ഒരു ടെക്സ്റ്റ് കൂടി ലഭിക്കുന്നതായിരിക്കും. കുറച്ചധികം കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, ഇത് കണക്ട് ചെയ്ത് പഠിക്കേണ്ട രീതികളൊക്കെ. അപ്പോൾ ആ ഒരു രീതി പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. പിന്നെ റീസണിങ് വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചോദ്യം വന്നിട്ടുണ്ട്, പിന്നെ ഓപ്ഷൻസ്, പിന്നെ അതിൻ്റെ ആൻസർ ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താണ്, ആൻസർ വരാനുള്ള റീസൺ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. 51 രൂപയാണ് ഫീ പേയ്മെൻറ്റ് വരുന്നത്. 51 റുപ്പീസാണ് ഫീ പേയ്മെൻറ്റ് വരുന്നത്. ഈ കാണുന്ന QR കോഡിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ എന്ത് ചെയ്യുക, വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്കാണ്. ആ നമ്പറിലൊന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ PDF മെറ്റീരിയൽ അയച്ചു തരുന്നതായിരിക്കും. വിത്ത് ഇതിൻ്റെ സിലബസ് അടക്കമാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്.